കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും ഈ വെള്ളിയാഴ്ച അടൂരിന് സമീപം കൈതപ്പറമ്പ് തെക്കേവിള ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 5 വെള്ളി രാവിലെ 10-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ വെള്ളിയാഴ്ച വൈകിട്ട് 5:30-നും ശനിയാഴ്ച രാവിലെ 10-നും പത്തനാപുരം ക്രൗൺ കൺവെൻഷൻ സെന്ററിൽ തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. Dr. Matthew Kuruvilla in London, December 12, Friday, time 6 to 9 p.m. Heart to heart. You may talk to Thangur brother personally. Contact 0788-307-5018. December 13 and 14, Saturday and Sunday. Time 10 a.m. to 2 p.m. Worship, healing and deliverance meeting. Town Farm Primary School, St. Mary's Crescent, Staines, Middlesex. Dr. Matthew Kuruvilla in Croydon, December 13, Saturday, time 6 to 10 p.m. Healing and deliverance meeting. Croydon Tabernacle, 3840, Parsons Mead, West Croydon. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. മഹാസന്തോഷത്തിൻ്റെ ഒരു ദിവസം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവാകയാൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. തങ്കു ബ്രദർ അഹമ്മദ് നഗറിൽ ചെയ്ത മനോഹരമായ ഒരു സന്ദേശത്തിലേക്ക് നാം കടന്നു പോകാൻ പോകുന്നത് ക്രിസ്തുവിൽ മഹാസന്തോഷത്തോടെ പൂർണ്ണ ഉറപ്പോടെ നമുക്ക് ജീവിക്കാം. I know one thing, that there is no sickness that cannot be healed in the name of Jesus. There is no situation that cannot change in the name of Jesus Christ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറാത്തതായ യാതൊരു രോഗവുമില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീങ്ങാത്ത യാതൊരു പ്രതിസന്ധിയുമില്ല. Jesus is love. യേശു സ്നേഹമാകുന്നു. It is the love of God demonstrated on this earth, that is Jesus. ദൈവത്തിന്റെ സ്നേഹം ഈ ഭൂമിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടതാണ് യേശു. And I want to make it again very clear, Jesus does not belong to any religion. ഞാൻ വീണ്ടും സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു, യേശുക്രിസ്തു ഒരു മതത്തിന്റെ ഭാഗമല്ല. If Jesus said, I am God of Christian, I would never believe in him. യേശുക്രിസ്തു ഞാൻ ക്രിസ്ത്യാനികളുടെ ദൈവമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവനിൽ വിശ്വസിക്കുകയില്ലായിരുന്നു. Because how can God have one religion? എങ്ങനെ ദൈവത്തിന് ഒരു മതമുണ്ടാകും? God is a love and he is a God of all flesh. ദൈവം സ്നേഹത്തിന്റെ ദൈവമാകുന്നു, അവൻ സകല സൃഷ്ടിയുടെയും ദൈവമാകുന്നു. God cannot be God of certain people. God is God of everybody. ദൈവം ചിലരുടെ മാത്രം ദൈവമല്ല, അവൻ സകലരുടെയും ദൈവമാകുന്നു. And God is a God who gives. God is not a God who takes. ദൈവം നൽകി തന്ന് സ്നേഹിക്കുന്നവനാകുന്നു, അവൻ നമ്മിൽ നിന്നും വാങ്ങുന്നവനല്ല. Because of the love of God, God gave his only begotten son. തന്റെ മഹാസ്നേഹ നിമിത്തം തന്റെ ഏകജാതനായ പുത്രനെ നമുക്കായി നൽകി തന്നു. It is the love of God that attracts us. It is the love of God that displays when you are getting healed. ദൈവത്തിന്റെ സ്നേഹമാകുന്നു അവങ്കിലേക്ക് നമ്മെ ആകർഷിക്കുന്നത്. അവന്റെ സ്നേഹമുഖാന്തരം നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. Hallelujah. Hallelujah. God is love. ദൈവം സ്നേഹമാകുന്നു. God is love. ദൈവം സ്നേഹമാകുന്നു. God is love. ദൈവം സ്നേഹമാകുന്നു. Those who understand God cannot but love. ദൈവത്തെ തിരിച്ചറിഞ്ഞവൻ അവന് സ്നേഹിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. Every time I walk to the stage to minister, I am moved to see the sick people and I rejoice when I see them healed. Not because to display my ministry,
it is my love for you. ഞാൻ ശുശ്രൂഷിക്കുവാൻ സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ രോഗികളെ കാണുമ്പോൾ മനസ്സിലാകുകയും അവർ സൗഖ്യമാകുമ്പോൾ ആനന്ദിക്കുകയും ചെയ്യുന്നു. കാരണം ഇത് എനിക്ക് നിങ്ങളുള്ള സ്നേഹമാകുന്നു. Hallelujah. Hallelujah. I see people getting healed in any ministry. I rejoice and give glory to God because He is saved from the suffering. ഏതൊരു ശുശ്രൂഷയിലും രോഗികൾ സൗഖ്യമാകുന്ന കാണുമ്പോൾ ഞാൻ ആനന്ദിക്കുന്നു. കാരണം ആ വ്യക്തി താൻ കഷ്ടതയിൽ നിന്നും യേശു ക്രിസ്തുവിനാൽ രക്ഷ പ്രാപിക്കുന്നു. Hallelujah. One day there was a village called Samaria. ഒരിക്കൽ ശമരിയ എന്ന് പേരുള്ള ഒരു ഗ്രാമത്തിൽ Jesus and his disciples were going to Samaria. യേശുവും ശിഷ്യന്മാരും ശമരിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. As they were going, അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ the people in Samaria said, "No, we will not allow him to come." ശമരിക്കാർ അവരോട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ ഇവിടെ സ്വീകരിക്കുകയില്ല. Oh, the disciples were a little bit angry. യേശുവിന്റെ ശിഷ്യന്മാർ അവർ അല്പം കോപിഷ്ഠരായി Oh, they തീർന്നു. were angry. അവർക്ക് ദേഷ്യം വന്നു. And the most loving disciple John asked Jesus like this. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെട്ട യേശുവിന്റെ ശിഷ്യൻ യോഹന്നാൻ ഇപ്രകാരം ആ സമയത്ത് വിളിച്ചു പറഞ്ഞു. In Luke chapter 9 verse 51 onwards, the Bible says, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ ദൈവവചനം പറയുന്നു. Oh, John said, Jesus, shall I call fire on the village and destroy the village like Eliah? ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീയിറക്കി ഇവരെ നമുക്ക് നശിപ്പിച്ച് കളയാം എന്ന് യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു. Oh, he was very angry. തനിക്ക് വളരെ ദേഷ്യമുണ്ടായി. Disciple of Jesus, very angry. യേശുവിന്റെ ശിഷ്യനെങ്കിലും താൻ വളരെ കോപിഷ്ഠനായിരിക്കുന്നു. Oh, he said, like Eliah in the Old Testament, can I bring fire and destroy Samaria? പഴയ നിയമത്തിലെ ഏലിയായെ പോലെ ആകാശത്ത് തീയിറക്കി നമുക്ക് ഈ ശമര്യരെ നശിപ്പിച്ചു കളയാമെന്ന് യോഹന്നാൻ പറഞ്ഞു. Jesus looked at him. യേശു അവങ്കലേക്ക് നോക്കി. And he said like this. താൻ ഇപ്രകാരം പറഞ്ഞു. Hey John, യോഹന്നാനേ, don't you understand what spirit is talking? നിന്റെ ഉള്ളിൽ സംസാരിക്കുന്ന ആത്മാവേദന നീ തിരിച്ചറിയുന്നില്ലേ? I have come not to destroy but seek and save the lost. ഞാൻ വന്നിരിക്കുന്നത് നശിപ്പിപ്പാനല്ല, ഏവരെയും തിരഞ്ഞ് രക്ഷിച്ച് അവരെ ദൈവമക്കളാക്കി തീർക്കുവാനത്രേ. Hallelujah. Hallelujah. Jesus is not a God who kills and robs and destroys. എന്റെ കർത്താവായ യേശു അവൻ കൊന്ന് മുടിച്ച് മോഷ്ടിക്കുന്നവനല്ല. Those who understand God understand the word love. ദൈവത്തെ തിരിച്ചറിഞ്ഞവൻ അവൻ സ്നേഹത്തെ യഥാർത്ഥമായി തിരിച്ചറിയുന്നു. And that is why your own poets have said like this. അതുകൊണ്ടാണ് നിങ്ങളുടെ കവിവരന്മാർ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. There is a great poet which you all know, Sant Kabir. നിങ്ങൾ ഏവരും അറിയുന്ന സന്ത് കബീർ എന്ന പ്രസിദ്ധനായ കവി. Sant Kabir said like this. സന്ത് കബീർ ഇപ്രകാരം പറഞ്ഞു. पोथी पढ़े पढ़े जग महुआ पंडित बने न कोई ढाई अक्षर प्रेम के पढ़े सो पंडित होए. ലോകത്തിലുള്ള മുഴുവൻ പുസ്തകങ്ങൾ വായിച്ചാലും നിങ്ങൾ പണ്ഡിതനാകില്ല, എന്നാൽ സ്നേഹം എന്ന രണ്ടക്ഷരത്തെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ യഥാർത്ഥ പണ്ഡിതനാകുന്നു. Hallelujah. You can read books, you can talk about God, but you cannot say see God. When those who have understood the two words love, they are the ones who understand God. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാം, ദൈവത്തെക്കുറിച്ച് വാദോരം സംസാരിക്കാം, എന്നാൽ സ്നേഹം എന്ന രണ്ട് വാക്ക് അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. Those who understand love. സ്നേഹത്തെ തിരിച്ചറിഞ്ഞവൻ. I did not say, the Bible does not say, your own poet said like this. ഞാൻ പറഞ്ഞതല്ല, വേദപുസ്തകം പറഞ്ഞതല്ല, നിങ്ങളുടെ സ്വന്തം കവികൾ പറഞ്ഞതത്രേ. That is, Jesus displayed the love of God among us. യേശുക്രിസ്തു ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മുടെ ഇടയിൽ വെളിപ്പെടുത്തി. The Bible says he qualified us, he delivered us and conveyed us into his own kingdom. വേദപുസ്തകം പറയുന്നു, അവൻ നമ്മെ തിരഞ്ഞെടുത്ത് ശുദ്ധീകരിച്ച് യോഗ്യരാക്കി അവന്റെ രാജ്യത്തിലാക്കി വെച്ചു. Hallelujah. Hallelujah. Can you say thank you Jesus? നിങ്ങൾ പറയുമോ യേശുവേ നന്ദി? Thank you Jesus. യേശുവേ നന്ദി. Thank you Jesus. യേശുവേ നന്ദി. Hallelujah. Hallelujah. Jesus qualified us. യേശു നമ്മെ ഏവരെയും യോഗ്യതയുള്ളവരാക്കി തീർത്തു. Oh, the three things that is ruining humanity is unworthiness, guilt and fear. മനുഷ്യജാതിയെ ഭരിച്ചുകൊണ്ട് നശിപ്പിച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്: അയോഗ്യത, കുറ്റബോധം, ഭയം. And this is not, no one can help you out of this. ഈ സാഹചര്യത്തിൽ നിങ്ങളെ സഹായിപ്പാൻ മറ്റാർക്കും സാധ്യമല്ല. In the book of Colossians, കൊലോസ്യ ലേഖനത്തിൽ and the Bible in chapter 2, രണ്ടാമത്തെ the അധ്യായത്തിൽ Bible says, വേദപുസ്തകം ഇപ്രകാരം പറയുന്നു. in verse 6, as you therefore have received Jesus Christ, you are rooted and builded in him, because
in verse 9, in him dwells the fullness of Godhead bodily. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. 9-ാമത്തെ വാക്യം, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. Hallelujah. Hallelujah. You hear about Jesus. When you come close to Jesus, you are in the fullness of the Godhead of Jesus. നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ട് അവങ്കലേക്ക് വരുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ നിറയപ്പെടുകയാകുന്നു ചെയ്യുന്നത്. Guilt and fear and condemnation is gone when you come to Jesus Christ. യേശുവിലേക്ക് വരുമ്പോൾ സകല അയോഗ്യതയും കുറ്റബോധവും ഭയവും നിങ്ങളെ വിട്ട് ദൂരെ മാറിപ്പോകും. The Bible says that the blood of Jesus cleanses even the consciousness that you will become perfect and your great joy will come into you. ദൈവവചനം പറയുന്നു, യേശുവിന്റെ രക്തം നിങ്ങളുടെ മനസാക്ഷിയെ പോലും കഴുകി ശുദ്ധീകരിക്കുന്നു. അങ്ങനെ ഭയം നിങ്ങളെ വിട്ടുപോകുന്നു. Hallelujah. Jesus Christ came into this world to finish everything that was in between you and God. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നമുക്കും ദൈവത്തിനും മധ്യേ ഉണ്ടായിരുന്ന സകല ആവശ്യങ്ങളെയും നിവർത്തിപ്പാനായിരുന്നു. We wanted to have the help of God. God wanted to help us, but something was separating us. നമുക്ക് ദൈവത്തിന്റെ സഹായം ആവശ്യമായിരുന്നു. ദൈവത്തിന് നമ്മെ സഹായിപ്പാനും ആഗ്രഹമായിരുന്നു. എന്നാൽ നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരുന്നു. You know, everyone sitting over here, everyone watching me all over the world, everyone desires to be blessed. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഏറ്റവും ആഗ്രഹമുള്ളവരാണ്. And to be blessed, the Bible says in the old covenant, do this and obey that. വേദപുസ്തകം പറയുന്നു, പഴയ നിയമത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. And we as human beings could not do it. മനുഷ്യജാതിയായിരിക്കും നമുക്ക് ഇതൊന്നും ചെയ്യുവാൻ സാധ്യമല്ലായിരുന്നു. No one can please God at any time. ഒരു വ്യക്തിക്കും ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ലായിരുന്നു. Hallelujah. Hallelujah. The Bible says വേദപുസ്തകം പറയുന്നു, in Romans chapter 8 റോമാലേഖനം 8-ാം അധ്യായം and verse 3, 3-ാമത്തെ വാക്യം, what the law could not do, that it was weak in the flesh, God did by sending his own son in the likeness of sinful flesh on account of sin, and he condemned sin in the flesh. Verse 3 and 4. ജഡത്താലുള്ള ബലഹീനത നിമിത്തം നയപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിന് ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ നയപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ 3-4 വാക്യങ്ങൾ. Hallelujah. Hallelujah. Because we could not do it. നമുക്ക് അത് ചെയ്യുവാൻ We സാധ്യമല്ലായിരുന്നു. were feeling so much guilty and afraid. നമ്മളുടെ ഉള്ളിൽ ഭയവും കുറ്റബോധവും നിറഞ്ഞിരുന്നു. Could not obey God in a single ഒരു commandment. ചെറിയ കൽപ്പന പോലും ദൈവത്തിനായി അനുസരിപ്പാൻ We were സാധ്യമല്ല. weak. നാം ബലഹീനരായിരുന്നു. Yet God so loved the world that he gave his son, so that through his son all of us will escape the wrath of God and be blessed. അങ്ങനെയായിരുന്നാലും ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകി തന്ന് നമ്മെ സ്നേഹിച്ച് അവനിലൂടെ നമ്മുടെ സകല പാപങ്ങൾ മാറ്റി നമ്മെ ശുദ്ധീകരിച്ചു. The Bible says വേദപുസ്തകം പറയുന്നു, that we were weak in the flesh. നാം ജഡത്തിൽ ബലഹീനരായിരുന്നു. We could not obey the law. ദൈവത്തിന്റെ നിയമത്തെ അനുശാസിപ്പാൻ സാധ്യമല്ലായിരുന്നു. God did it. ദൈവം അത് ചെയ്തു. By sending his son Jesus. അവന്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിലൂടെ Jesus came to this earth. യേശു ഈ ഭൂമിയിൽ വന്ന് Obeyed every commandment. സകല കൽപ്പനകളെയും അനുസരിച്ചു. Displayed the love of God. ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു അത്ഭുത സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. കടുത്തുരുത്തിയിലെ TV പ്രേക്ഷക മീറ്റിങ്ങിൽ ചെന്നപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മധ്യത്തിൽ കർത്താവ് അത്ഭുത വിടുതൽ കൊടുത്ത അശോകൻ ബ്രദറിനെ കണ്ടത്. ആ മകൻ തളർന്നു കിടന്ന വ്യക്തിയെ നമ്മുടെ കൊയറിലുള്ള 3 കുഞ്ഞുങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. ആ ബ്രദർ അത്ഭുതകരമായി സൗഖ്യമായി. ആ ഭാര്യയ്ക്കുണ്ടായ വിടുതലുകൾ അത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്നെ ആദ്യമായിട്ട് സ്വർഗീയത്തിൽ കൊണ്ടുവരുന്നത് ഈ വണ്ടി ഇടിച്ച് ഡിസ്ക് തിരിഞ്ഞു പോയിട്ട് ഇതിൻ്റെ ചലനം മുഴുവൻ നിന്ന് പോയായിരുന്നു. 2 പ്രാവശ്യം 2 ഞായറാഴ്ച എന്നെ സ്വർഗീയത്തിൽ പായിലാണ് കൊണ്ട് കിടത്തിയത്. എന്നിട്ട് ഞാൻ എൻ്റെ അതെ, അതിനുശേഷം പിന്നെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, മേലെ സ്വർഗീയത്തിൻ്റെ ക്രിസ്തീയ കാര്യത്തെക്കുറിച്ച് എന്നോട് പറയണ്ട. അപ്പോൾ ഈ 2 ആഴ്ച ഇങ്ങനെ കൊണ്ട് കിടത്തിയിട്ട് ഒന്നും മാറ്റമൊന്നും ഉണ്ടായില്ല.
പക്ഷേ എൻ്റെ ഭാര്യ എന്നോട് ഈ മാറ്റം ഉണ്ടാകാഞ്ഞുകൊണ്ടാണോ എന്നെ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. എൻ്റെ ഭാര്യ ഇടയ്ക്ക് ഒളിച്ച് സ്വർഗീയത്തിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. പുള്ളിക്കാർ ഭാര്യ എന്ത് സഹോദരിയാണോ ഇദ്ദേഹത്തെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയത്? ഇന്നോടെ കൊണ്ട് പായി കണ്ട കിടത്തി 2 ആഴ്ച കൊണ്ട് കിടത്തിയിട്ട് സൗഖ്യമായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വ്യാഴാഴ്ച ഒരു പ്രാർത്ഥനയുണ്ട് പോകണ്ടെന്ന്. എന്നിട്ട് ഞാൻ അടുത്തൊരു വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് വന്ന് സൗഖ്യമായില്ലെങ്കിൽ അവസാനിപ്പിച്ച് പോകരുത്. കർത്താവിൻ്റെ രീതികൾ പലതും വ്യത്യസ്തമാണ്. അവിടെ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഞാൻ മാത്രമേ ഉണ്ട് കരയാൻ, ബാക്കിയുള്ളവരെല്ലാം ആരാധിക്കുക. തിരിച്ചു വരുമ്പോഴും ഞാൻ ഈ കിടപ്പാണ് കാണുന്നത്. അപ്പം ഞാൻ ദൈവമേ എനിക്കിത് തന്നെയാണല്ലോ, എൻ്റെ മക്കളെ 2 പേരും കെട്ടിയ സമയമാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവിടെ വെച്ച് തന്നെ 2 അമ്മളും ആശയെന്ന് പറഞ്ഞ 2-3 പിള്ളേർ അവിടെ പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അന്നേരം ആ പിള്ളേർ പറഞ്ഞു ആൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു അത്ഭുതം കാണാമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ മോള് കരഞ്ഞുകൊണ്ട് ഓടി വരുക. അമ്മച്ചി അച്ചായി ഏറ്റെന്നും പറഞ്ഞ് എഴുന്നേറ്റെന്നും പറഞ്ഞ് പിടിച്ചെനി തന്നെ ഏക്കിയല്ലായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ പറയാണ് അത്ഭുതം കാണാമെന്ന്. അത്ഭുതം ഇന്ന് കാണാമെന്ന്. അപ്പോൾ പ്രാർത്ഥന സ്ഥലത്തുള്ള കുഞ്ഞുങ്ങളായിരുന്നു. ഇതാണ് കർത്താവ് പറഞ്ഞ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ഞാൻ ബലം നിയമിക്കും. കൊയറി പാടിക്കൊണ്ടിരുന്ന 3 പിള്ളേരായിരുന്നു. അന്ന് കൊയറി പാടിക്കൊണ്ടിരുന്ന 3 പിള്ളേരാണ് ഇദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചതെന്ന്. 10 മാസമായിട്ട് തളർന്ന് കിടക്കുമായിരുന്നു. തളർന്ന് കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ഡോക്ടർമാരെന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞത്? 5 ആശുപത്രി ചികിത്സ, മെഡിക്കൽ കോളേജിൽ, ജില്ലാ ആശുപത്രിയിൽ, 2 ആയുർവേദ ആശുപത്രിയിൽ, പിന്നെ എൻ്റെ വീട്ടിൽ എന്നെ ഇട്ട് കിഴിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൗകര്യ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നത്. പുള്ളിക്കാരത്തിൻ്റെ യൂട്രസ് തള്ളിപ്പോരുമായിരുന്നു. ഒറ്റ പ്രാർത്ഥനയ്ക്ക് അന്നേരം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥനയ്ക്ക് സ്വർഗിൽ നിന്ന് വെച്ച് അത് സൗഖ്യമായി. അതുകൊണ്ടാണ് അതുകൂടെ പറഞ്ഞേ. പിന്നെ വയറുവേദനയായിരുന്നു എനിക്ക് ഇരുന്നിട്ടിങ്ങനെ എണീക്കാൻ പാടില്ല, വയറ് കൊളുത്തി പിടിക്കണം, എനിക്ക് ശ്വാസമൊന്നും വിടാൻ പാടില്ല, അങ്ങനെ ഒരു വേദനയായിരുന്നു. അപ്പോൾ ഒത്തിരി മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്ക് കുറഞ്ഞില്ല. സ്വർഗീയ വിരുന്നിൽ ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ അത് മാറി. എനിക്കറിയത്തില്ല എങ്ങനെ മാറി. യൂട്രസ് പുറത്തേക്ക് വരുമായിരുന്നു. പിന്നെ തലവേദനയായിരുന്നു. തലവേദന വന്ന മൂക്കിക്കിടെ ഇങ്ങനെ രക്തവും പഴുപ്പും കൂടെ വരുമായിരുന്നു. 5-6 ഗുളിക ഞാൻ വേദനയ്ക്കുള്ള കഴിക്കുമായിരുന്നു. എനിക്ക് മാറിയിട്ടില്ല. പക്ഷേ എനിക്കറിയാൻ പാടില്ല, ഇന്നും എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എൻ്റെ കർത്താവ് അത് പൂർണ്ണമായി മാറ്റി. അത് എത്ര നാളുണ്ടായിരുന്നു ഈ പഴുപ്പ് വരുന്നത്? എനിക്ക് ഒരു 8-9 വർഷത്തോളം ഞാൻ ഈ വേദന എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളും ഒന്നും കഴിക്കുകയില്ല. വേദന വരുമ്പോൾ എൻ്റെ കരച്ചിൽ കണ്ട് ഞങ്ങൾ 4 പേരും കിടന്നുറങ്ങും. ചെമ്പിൽ ഇൻഡോ അമേരിക്ക ഹോസ്പിറ്റലിലാണ് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂക്കിൽ നിന്ന് പഴുപ്പ് ഇങ്ങനെ മൂക്ക് ചീറ്റി കഴിയുമ്പോൾ എന്നെ ഇങ്ങനെ കൊണ്ട് കാണിക്കും. പക്ഷേ അന്ന് ഞാനൊരു നിവൃത്തിയില്ലാത്ത ആളായതുകൊണ്ട് ഒരു നിവൃത്തിയില്ല കൊണ്ടുപോകാനായിട്ട്. പുള്ളിക്കാരത്തി അവിടെ വെച്ച് തന്നെ ക്രിസ്ത്യാരാധനയിൽ പുള്ളിക്കാരത്തിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്കതിന് എതിർപ്പുമായിരുന്നു. എന്നാൽ ഇവിടെ ഞങ്ങൾ മറവന്തുരത്ത് നിന്ന് ഇങ്ങോട്ട് മാറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് പോയത്. പ്രാർത്ഥനയ്ക്ക് പോയി ഈ 2 രോഗവും അവിടെ വെച്ച് തന്നെ സൗഖ്യമായി. യൂട്രസിൻ്റെ പ്രോബ്ലം മാറി. ഈ മൂക്കിൽ നിന്ന് പഴുപ്പ് അത് എത്ര നാളുണ്ടായിരുന്നു? മൂക്കിൽ നിന്ന് ഇങ്ങനെ 9 വർഷം ഉണ്ടായിരുന്നു എനിക്ക്. 9 വർഷമുള്ളത് ഒറ്റ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയോട്. അതിനുശേഷമാണ് ഞാൻ ഇദ്ദേഹം പുള്ളിക്കാരത്ത് വിശ്വാസത്തിൽ പോകുമ്പോൾ ഞാൻ പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി കിടക്കുമ്പോഴാണ് ഈ 5 ആശുപത്രിയിൽ എന്നെ ചികിത്സിക്കുന്നത്. 5ാമത്തെ ആൾ എൻ്റെ അടുത്തുള്ളൊരു ആയുർവേദ ഡോക്ടർ. പുള്ളിക്കാരത്തി പറഞ്ഞു ഞങ്ങൾ ശ്രമിച്ചു നോക്കാം, എഴുതേക്കൊന്നും വിശ്വാസമില്ല എങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് വീണ്ടും അടുത്തുള്ളൊരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല. പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥനയ്ക്ക് പുള്ളിക്കാരത്തി പോകുമ്പോൾ റോഡിൽ വലിച്ചിറക്കി നിർത്തി അടിച്ചിട്ടുള്ള ആളാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന്. ഞാൻ ആക്സിഡൻ്റ് ഉണ്ടായി തളർന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ അടുത്തുള്ള സഹോദരിമാർ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കേണ്ട ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ഭാര്യ പറഞ്ഞു ഞാൻ നിങ്ങളെ കർത്താവ് തൊടും, നിങ്ങളെ കർത്താവ് സൗഖ്യം, എനിക്ക് വിശ്വാസമുണ്ടെന്ന് തോന്നും. എൻ്റെ നെഞ്ചത്ത് ബൈബിളൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. ഞാനൊന്നും വിശ്വാസമില്ല, തട്ടിക്കളയും. അപ്പോൾ ഞാൻ തലേദിവസം ഇങ്ങനെ കാണുക, കർത്താവ് 12 ശിഷ്യന്മാരുമായിട്ട് എനിക്ക് വാങ്ങി പാനം ചെയ്യുന്നൊരു ശബ്ദം മാത്രം കേട്ടു. അത് മാത്രമേ ഞാൻ കേട്ടു. സൗഖ്യമാകുന്നതിൻ്റെ തലേ ദിവസം ഉറക്കത്തിൽ എനിക്ക് ഉറക്കമില്ല. ഈ പിന്നെ ഉറക്കം വരുമ്പോൾ ഒരു 5 മിനിറ്റ് എങ്ങാനും കണ്ണു വാങ്ങി പോയെങ്കിലോ മയക്കം പോലെ വരുവുള്ളൂ. വേവറാൻ എന്ന് പറയുന്ന ഗുളിയൻ 2 കഴിക്കുള്ളൂ, 5-6 ഒക്കെ ഞാൻ കഴിക്കും, എന്നാലും എനിക്ക് വേദന പോകത്തില്ല. അതുപോലത്തെ വേദന ഇത് ഇവിടെ തളർന്നും പോയി ഇങ്ങോട്ട് വേദനയായിരുന്നു. അപ്പോഴാണ് വീണ്ടും സഹോദരി പ്രാർത്ഥിക്കാം. ഈ സൗഖ്യമായതിൻ്റെ തലേന്ന് സ്വപ്നം കാണുക യേശുവിനെ വാങ്ങി പാനം ചെയ്യുന്നൊരു ശബ്ദം കേട്ടു.
ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടു, അത് ഏത് ശബ്ദമാണെന്ന് എനിക്കറിയത്തില്ല, എന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് സഭകളിൽ പറയുന്ന, ഞാനത് കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കർത്താവ് നിങ്ങളെ തൊട്ടാന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവിൻ്റെ കൈക്ക് അത്ര നീളയില്ലെന്നാണ്. കർത്താവിൻ്റെ കൈക്ക് അത്ര നീളയില്ലെന്ന്. ബൈബിളിലൊരു വാക്യമുണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. എന്നിട്ട് ആശയം, മീര, അമ്മളു എന്ന് പറയുന്ന 3 പിള്ളേരാണ് അവിടെ അന്ന് കേർസലിന് വരുന്നത്. അവർ വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നിട്ട് പറയും, എൻ്റെ ഭർത്താവിന് ഇങ്ങനെ തളർന്ന് കിടക്കുന്നു, അവിടം വരെ വരാമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, ചേച്ചി പൊക്കോ, ചേച്ചി ഇന്നൊരു അത്ഭുതം കാണുമെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ അവിടെ ഒരു പെരയ്ക്കകത്ത് ഞാനിങ്ങനെ കിടക്കുമ്പോൾ എഴുന്നേക്കാൻ ശ്രമിക്കുന്ന കണ്ടുകൊണ്ടാണ് എൻ്റെ ഭാര്യ വരുന്നത്. അവിടെ വന്ന് ഇവരെല്ലാവരും കൂടി വന്നപ്പോൾ ഞാൻ വീണ്ടും അങ്ങോട്ട് കിടന്നു കഴിഞ്ഞതിന് ശേഷം ഈ പിള്ളേർ വന്നിട്ട് എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം ഇതാണ്, അവർ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. വളരെ നല്ല രീതിയിൽ അവർ വന്ന് ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ, അല്ലെ പ്രാർത്ഥിക്കുന്ന ആൾ മുഷിയാതിരിക്കാനായിട്ട് അവർ വന്നിട്ട് പറഞ്ഞു, അങ്കിളെ ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞു. കർത്താവ് സൗഖ്യമാക്കും, യേശുക്രിസ്തുവിൻ്റെ ഇങ്ങനെ പറയുന്നത്, നസ്രാനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ 10 മാസമായിട്ട് നടക്കാത്ത ഞാൻ എങ്ങനെ നടക്കും? ഞാനിങ്ങനെ തല ചിരിച്ച് അവരെ പരിഹസിച്ചു. പക്ഷേ അവർ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ നടന്നാൽ ബസ്സൊക്കെ അവർ 300 മീറ്റർ നടന്ന് ബസ്സിൽ കയറിയെന്ന് എനിക്ക് തോന്നുന്നില്ല. 10 മാസമായിട്ട് കിടക്കുന്നത് ഞാൻ അന്നേരം തന്നെ എഴുന്നേറ്റ് നടന്നു. അതിനുശേഷം വീണ്ടും ഞാൻ സ്വർഗീയയിൽ നിന്ന് വന്നു. വീണ്ടും ലോകമോഹനിലേക്ക് പോയി. ഈ കടുത്തുരുത്തി പാലത്തിൽ നിന്ന് സോഡിയാക്ക് ബാറിൽ നിന്ന് മദ്യപിച്ച് എടുത്ത് ചാടിയിട്ടുള്ള ആളാണ്. കടുത്തുരുത്തി പാലത്തിൻ്റെ വടക്കേ മൂലയ്ക്ക് നിന്ന് ചാടി. അവസാനം അത് കാര്യമായിട്ട് ചാകാനുള്ള താഴ്ചയില്ലല്ലോ അതിന്. ചാടിയിട്ടുണ്ട്. പക്ഷേ കടുത്തുരുത്തി പാലത്തിന് വലിയ പൊക്കമില്ലല്ലോ. ഉണ്ട്, താഴ്ചയുണ്ട്. ഉണ്ടോ? ഞാൻ നോക്കിയിട്ടില്ല, ബ്രദർ നോക്കിയിട്ടില്ല. എന്നിട്ട് ചാടി. അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലും. എന്നെ മദ്യപിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഓട്ടോറിക്ഷക്കാർ ചവിട്ടി തള്ളിയൊക്കെ ഇറക്കുന്നത്. ഈ കടുത്തുരുത്തിൽ നിന്നാണ് ഓട്ടോറിക്ഷ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ചവിട്ടി തള്ളിയൊക്കെ ഇറക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ പിന്നീട് എന്നോട് പറഞ്ഞു, നമുക്ക് മരിക്കണോ ജീവിക്കണോ ഇപ്പോൾ തീരുമാനിച്ചാൽ ഇനി നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും, അതിൽ ഭേദം മാനസാന്തരപ്പെടുന്നതാണ് നല്ലത്. ശരിക്കും പിന്നീട് ഞാൻ വന്ന സൗഖ്യം കിട്ടിയിട്ടും പിന്നീട് വന്നത് ഭാര്യ വിശ്വസിപ്പിക്കാനാണ്. പക്ഷേ ഞാൻ സ്വർഗീയ സഭയിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ ഞാൻ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് മാറി. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ 2 പേരും ഒരുപോലെ സ്നാനപ്പെടാൻ കർത്താവ് അവസരം തന്നു. തന്നെയല്ല, അത് കണ്ട് എൻ്റെ മാറ്റം കണ്ടിട്ട് എൻ്റെ ഭാര്യ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പം ആ ഭാര്യ വീട്ടിലുള്ള കൊച്ചു പിള്ളേർ വെച്ച് ബാക്കി മുഴുവൻ പേരും രക്ഷിക്കപ്പെടുകയും സർവ്വരോഗികളെ കർത്താവ് സൗഖ്യമാക്കി. ശാരീരികമായി തളർന്നവരെ, മാനസികമായി തളർന്നവരെ, സാമ്പത്തിക വിഷയത്തിൽ തളർന്നവരെ, ഏത് ഏരിയയിലാണ് തളർച്ചയെങ്കിലും കർത്താവായ യേശു ക്രിസ്തു എഴുന്നേൽപ്പിക്കാൻ പോവുക. എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് കർത്താവ് തൻ്റെ വാക്ക് കൊടുത്തപ്പോഴാണ് തളർന്ന് കിടന്ന രോഗി എഴുന്നേറ്റത്. ഇന്ന് എന്നെ കേൾക്കുന്ന പലരും രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. കർത്താവ് എന്നെ സൗഖ്യമാക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുക മാത്രമല്ല, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കും, ഇനി ഞാൻ രോഗിയല്ല, രോഗമേ എന്നെ വിട്ടു പോ എന്നായിരിക്കണം ആ വചനത്തിങ്കൽ നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ മനോഭാവം അതായിരിക്കണം. ചാടി എഴുന്നേൽക്കണം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗക്കെട്ടുകൾ പൊട്ടും. വർഷങ്ങളായി ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയും. യേശുക്രിസ്തു രോഗത്തെ ബന്ധനമെന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കർത്താവ് എന്തൊക്കെ വിശാലതയിൽ പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ ഒരു പശുവിനെ കയറിട്ട് ബന്ധിച്ച പോലെ ഒരു കുറ്റിക്ക് ചുറ്റും നമ്മുടെ ജീവിതം ആക്കുകയാണ്. ഒരു രോഗമായിരിക്കാം, മറ്റേതെങ്കിലും പ്രശ്നമായിരിക്കാം കർത്താവ് തന്ന വിശാലതയിലേക്ക് പോകാൻ തടസ്സമായിരിക്കുന്നത്. ചിലർക്ക് മദ്യമാണ് ബന്ധനം, ചിലർക്ക് വേണ്ടാത്ത ചില ബന്ധങ്ങളാണ്. ആ ഒറ്റ കാര്യത്തിൽ വളരെ വിശാലപ്പെടേണ്ട, അനുഗ്രഹിക്കപ്പെടേണ്ട ജീവിതങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുക. കർത്താവ് വന്ന ബന്ധനങ്ങളെ അഴിക്കാൻ ഇപ്പോൾ രോഗക്കെട്ട് പൊട്ടും. ആ ശരീരത്തിൽ രോഗമായിരിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ തന്നെ കരം വെച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുമ്പോൾ വിടുതല. മാത്രമല്ല, മദ്യപാന പ്രശ്നമാണോ മറ്റേത് കാര്യമാണോ, ആ ബന്ധനം ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ അഴിയും. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളീ പ്രാർത്ഥിക്കുന്ന നിമിഷം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ, തളർന്ന അവയവങ്ങൾ ഇപ്പോൾ ജീവനിലേക്ക് വരട്ടെ. തളർന്നു കിടക്കുന്ന വ്യക്തികളിൽ
ദൈവശക്തി വ്യാപരിക്കട്ടെ. ആക്സിഡൻറ്റിനെ തുടർന്ന് തളർച്ച അനുഭവിക്കുന്ന വ്യക്തികൾ, കർത്താവെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ, ആ ശരീരത്തിൽ അങ്ങയുടെ സ്പർശമുണ്ടാകണമേ. യേശുവിൻ്റെ നാമത്തിൽ കിഡ്നികൾ സൗഖ്യമാകട്ടെ, ലിവറുകളിൽ വിടുതൽ സംഭവിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. എല്ലാ മന്ദതകളും മടുപ്പുകളും വിട്ടുമാറട്ടെ. ജോലി നഷ്ടപ്പെട്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളായി, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളായി തളർന്നിരിക്കുന്നവർ, സാത്താൻ്റെ എല്ലാ ബന്ധനങ്ങളും വിടുതലാകട്ടെ. ദൈവസ്നേഹം കുടുംബത്തിലേക്ക് വരട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ, കരം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ രോഗിയുടെ മേലും കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. പൂർണ്ണ വിടുതൽ കൽപ്പിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കുകയാണ്. കർത്താവ് വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിച്ചിട്ടുണ്ട്. ഒന്ന് ചാടി എഴുന്നേൽക്കണം. ആ പ്രതിബന്ധമാണെന്ന് പറഞ്ഞ പ്രശ്നത്തിലേക്ക് ഒന്ന് സ്റ്റെപ്പ് വെക്കണം. യേശുവിൻ്റെ കരം അവിടെ കാണാൻ പറ്റും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കേവലം ആരാധനാലയത്തിലോ പള്ളിയിലോ നമ്മുടെ ചടങ്ങുകളിലോ അല്ലെങ്കിൽ ആരാധനയിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി വേളയിലും യേശു കൂടെ ഇരുന്ന് ജയ ഉത്സവത്തോടെ നടക്കുന്ന ഈ ദിവസം കർത്താവ് കൂടെയുണ്ട്. ധൈര്യത്തോടെ നേരിടുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. തിരുനിണത്താലെന്നെ കഴുകിടേണമേ, ശുദ്ധമാക്കേണമേ, ഉള്ളം ശുദ്ധമാക്കേണമേ. ആത്മാവിനാലെന്നെ പണിയുക തിരുക്കരത്താലേ, നിറയ്ക്കണേ നാഥ. ആത്മാവിനാലെന്നെ പണിയുക തിരുക്കരത്താലേ, നിൻഹിതത്താലെന്നെ നടത്തിടേണമേ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ വെള്ളിയാഴ്ച അടൂരിന് സമീപം കൈതപ്പറമ്പ് തെക്കേവിള ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 5 വെള്ളി രാവിലെ 10-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഈ വെള്ളിയാഴ്ച വൈകിട്ട് 5:30-നും ശനിയാഴ്ച രാവിലെ 10-നും പത്തനാപുരം ക്രൗൺ കൺവെൻഷൻ സെൻറ്ററിൽ തോമസ് ബ്രദർ ശുശ്രൂഷിക്കുന്നു. Dr. Matthew Kiruvilla in London, December 12, Friday, time 6 to 9 p.m. Heart to heart. You may talk to Thangur brother personally. Contact 0788-307-5018. December 13 and 14, Saturday and Sunday, time 10 a.m. to 2 p.m. Worship, healing and deliverance meeting. Town Farm Primary School, St. Mary's Crescent, Staines, Middlesex. Dr. Matthew Kiruvilla in Croydon, December 13, Saturday, time 6 to 10 p.m. Healing and deliverance meeting. Croydon Tabernacle, 3840 Parsons Mead, West Croydon.